ഹായ് ഹലോ. ഇനി വിഷു ആവാനായി ഞങ്ങളെ തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ നശിച്ചു തുടങ്ങി. അപ്പം വിഷുവിൻ്റെ മുന്നേ ഞങ്ങൾ വിളവെടുപ്പ് നടത്താൻ പോവുകയാണ്. തക്കാളിയൊക്കെ തീർന്നു. തക്കാളീൻ്റെ മരമുള്ളൂ. ഇന്ന് രാവിലെ തക്കാളി പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇനി വെച്ചാൽ വെണ്ടൊക്കെ മൂത്ത് പോകും. അപ്പോൾ അതിനുകൊണ്ട് പടവലല്ല പയറ് പറിച്ചു. ഇന്ന് രാവിലെ തക്കാളി പറിച്ചു. ഇനി തക്കാളീൻ്റെ മരമൊക്കെ കേടായി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി വിളവെടുപ്പ് കാണാം കേട്ടോ. പടവലം കണ്ട അത്ര വലിപ്പമേ ഉള്ളൂ. ചെടിയൊക്കെ നശിച്ചു കേട്ടോ. പക്ഷേ പടവലത്തിൻ്റെ കുഞ്ഞ് ഇതാ ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കേടായിപ്പോണ്ട്. മഴ പെയ്തിട്ടാണോ ഇനി മരം കേടായിട്ടാണോ അറിയില്ല. അതാ ഓരോ തണ്ടിലും ഉണ്ടായി വരുന്നുണ്ട്. ഇതാ കണ്ടോ. അപ്പം ഇപ്പുറത്തുണ്ടായിരുന്നു. ഇതാ മേലെതാ കണ്ടോ. ഇതാ പടവല ഇതേ കയ്പ കേടായി. താഴെ ഉണ്ട് കയ്പ. അതല്ല അത് കട്ട് ചെയ്തെടുക്കട്ടെ. വേറെ അടുത്തത് തക്കാളിയാണേ. തക്കാളി ഇന്ന് രാവിലെ കുറച്ച് പറിച്ചിട്ടോ. ഇനി മരങ്ങൾ കേടായി ഒക്കെ ഒഴിവാക്കാൻ പോവുകയാണ്. തക്കാളിൻ്റെ മരമൊക്കെ അതാ. ഇനി അപ്പുറത്തുള്ളത് എടുക്കാനായിട്ടില്ല. അതിലുള്ളതൊക്കെ ഒന്ന് രാവിലെ സാമ്പാറിലേക്ക് എടുത്തിട്ടോ. പയറും ഇന്ന് സാമ്പാറിലേക്ക് എടുത്തു. അടുത്തത് വെണ്ട എടുക്കാം കേട്ടോ. വിഷുവിലേക്കുള്ള വെണ്ട. ഈ ഒരു മരത്തിൽ നിന്നൊക്കെ ഉണ്ടോ വലിയ വെണ്ട. ഈ വഴുതന എടുക്കട്ടെ കേട്ടോ. വഴുതന കളറൊക്കെ മാറി മൂത്ത് നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ നമ്മളെ ഞെട്ടാഞ്ഞൊടിയൻ പൊട്ടിക്കാന്നാണ് ഞങ്ങൾ പറയുക. അയ്യാ ഒന്ന് വീണിട്ടുണ്ട്. എടുക്കണം. ഒരു വഴുതന എന്താ കണ്ടോ നല്ല കളറില്ലേ. ഇനി ഇതിലുണ്ട് വലുതൊന്ന്. അത് ഇവിടെ വിത്തിന് വെക്കാമെന്ന് വിചാരിച്ചു. കളറൊക്കെ പോയി തുടങ്ങിയിട്ടോ. ഇതൊക്കെ മൂത്തതാണ്. നല്ല വയലറ്റായിരുന്നു. അപ്പോൾ വഴുതനെടുക്കാം. വഴുതനയ്ക്ക് ഇനി ഇഷ്ടംപോലെ കായ ഉണ്ടാവുന്നുണ്ട്. ചെറുതൊക്കെ ഇനി പക്ഷേ വീണ് പോകുന്നുണ്ട്. മഴ കിട്ടിട്ടാണോന്ന് അറിയില്ല. അടുത്തത് നമുക്ക് മുളക് പറിക്കാം കേട്ടോ. ഇതൊക്കെ എത്ര പ്രാവശ്യം മുളക് തന്ന മരങ്ങളാണ് അറിയാം. ഇവരൊക്കെ എടുക്കട്ടെ. വെള്ളീച്ചേൻ്റെ ശല്യമുണ്ട്. വയലറ്റ് മുളകാണ് ഇത്. ഇത് നമുക്ക് വിത്തിന് വെക്കാനുള്ളതാണ്. ഇതാ ഈ മുളകിനാണ്. ഇത് അമ്മ വിത്തിന് വെച്ചതാണ്. ഇത് കണ്ടോ. ഇത് വേറൊരു സൈസാണ്. ഇതിൻ്റെ തൈയൊക്കെ പോയി. ഇത് വിത്തിന് വെക്കാം. വെള്ളമുളക് ആയിട്ടില്ല. ഇത് പറിക്കാം. ഇത് ഇന്നലെ പറിച്ചതാണ്. അതുകൊണ്ടാട്ടാണ് എടുത്തത്. ഇതവിടെ ഇതവിടക്കട്ടെ. മൂത്തതാണ്. ഈ മുളക് ഇതിലത്തെ എടുത്തില്ല. കണ്ടോ വെള്ളീച്ച ഇഷ്ടം പോലെ ഒക്കെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഇനി ഇതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി വെള്ളീച്ച പൈനത് ഇതിലൊക്കെ നിറച്ചും വെള്ളീച്ച ഉണ്ട് കണ്ടോ. വെള്ളീച്ചൊക്കെ ഓടി പറന്ന് കളിക്കുന്നുണ്ടോ. മതി. ഇത്ര എടുത്താൽ മതി. തക്കാളി മരമൊക്കെ ഇന്നലെ പറിച്ചെടുത്തതൊക്കെ അന്നേരം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ പോവുകയാണ്. ഇതിലിതാ വലിയ തക്കാളിയായിരുന്നു കേട്ടോ. ഇതിലത്തതാണ് തൊര കൊണ്ടുപോയത്. ഇവിടെ ഉണ്ട്. ഇതാ കണ്ടോ. ഇതിലൊക്കെ കായ പിടിക്കാനുണ്ട്. പക്ഷെ മരം കേടാവുന്നുണ്ട്. അപ്പം ചീര ഇനി അടുത്ത നമുക്ക് വിഷുവിൻ്റെ അന്ന് എടുക്കാം. മുളക് എന്താ ഇനി ഉണ്ടാവുന്നുണ്ടോ. പുതിയ മുളക് മരം. പിന്നെ ഇനി ഇതാ
വിത്തിന് വെച്ചതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചീരയാണ്. അപ്പം ഞാൻ ഈ തൈ വിത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. കണ്ടതിൻ്റെ തണ്ടൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ. കണ്ട റോസ് കളർ കണ്ട സുന്ദരി ചീരൻ്റെ ഒരു കെട്ട്. അപ്പോൾ ഇവരെ പറിക്കാതെ വെച്ചു. ഇതിൻ്റെ അല്ല വിത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. അപ്പം ഇനി എടുത്തിട്ടില്ല. കറിവേപ്പിലൊക്കെ നമുക്ക് പിന്നെ എടുക്കാം, വിഷുവിൻ്റെ അന്ന് എടുക്കാം. ഇത് ഇവിടെ വിത്തിന് വെച്ചതാണ്, അതവിടെ വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. എന്നാലും മതി, നമ്മളെ വീട്ടിലുണ്ടാക്കിയതല്ലേ. വഴുതന, തക്കാളി, പടവലം, വെള്ളരി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേടായിപ്പോയി തൈ. പിന്നെ കയ്പ താഴെ പറിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തക്കാളി രാവിലെ പറിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പയറും പറിച്ച് രാവിലെ. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് പയറും പറിച്ചു. ഒക്കെ കേടായിപ്പോയി. വെള്ളരി ഈ പ്രാവശ്യം കണി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വെള്ളരി പറിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ആ വെള്ളരി ഒക്കെ കേടായിപ്പോയി. പ്രാണി നിന്ന് കേടായി. ഓക്കെ, ബായ്.